സിംഗർ വേദിയിലേക്ക് കണ്ണൂരിൽ നിന്നും എത്തുന്നു ആയ് ശ്രീ. വെൽക്കം ആയ് ശ്രീ കുട്ടി ഓൺ സ്റ്റേജ്. എന്തൊരു സുന്ദരിയായിട്ടുണ്ട്. എന്നും സുന്ദരിയാണ് ഇന്ന്, പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. മഞ്ഞ കൊണ്ട് കുറച്ച് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ എനിക്ക് തോന്നുന്നു അരേഞ്ച് വെച്ച് കൂടുന്നുണ്ടോ പൊക്കം അത് നേരെ എന്നൊരു സംശയമുണ്ട്. അറിയത്തില്ല. എത്ര പൊക്കം വെക്കുന്നു, എത്ര വണ്ണം വെക്കുന്നു, അതൊന്നും അല്ല പ്രശ്നം. പെർഫോമൻസിലാണ് കാര്യം. പെർഫോമൻസിലാണ്. ഏത് പാട്ടാ പാടുന്നത് ഇന്ന്? സുപ്രഭാതമായി സുമകന്യക്ക്. ഓ, ഏത് സിനിമ? പ്രേതങ്ങളുടെ അയ്യോ എന്റെ അമ്മേ. നല്ല സിനിമ. മീനുട്ടി, എന്തോ മീനുട്ടിയുടെ കൂട്ടുകാരുടെ പേര് എന്റെ പറഞ്ഞു. ഫ്രണ്ട്സിന്റെ വീടാണ്. മീനുട്ടിക്കാണ് ഏറ്റവും ഇഷ്ടം പ്രേതങ്ങളെ. വലിയ ഇഷ്ടാ. കാരണം അതുകൊണ്ടാണ് പാലേ പോയി താമസിക്കുന്നത്. അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. പരമ്പരാഗതമായി അവിടെയാണല്ലോ. കരിമ്പനയും പാലയാണ് യക്ഷിയുടെ സ്ഥലം. അതെ. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ ഒരു എന്തുകൊണ്ടായിരിക്കും ഒന്ന് പറ. മീനുട്ടിയുടെ വീടിനടുത്ത് പാലയുണ്ടോ? പാലമരവോ? ഇല്ല, കാണാതിരിക്കത്തില്ല കേട്ടോ. ഇല്ലില്ല, ഞങ്ങളുടെ അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കളയാം. ഇല്ല, ഞങ്ങളുടെ അവിടെ ഇല്ല. ഉണ്ട്. ആ, വേണമെങ്കിൽ നോക്കിക്കോ. കാരണം എന്റെ മനസ്സ് പറയുന്നുണ്ടെന്ന്. ആ, അതിൽ രാത്രി ഒരു 12 മണിക്ക് ശേഷം അതിൽ എന്താ നോക്ക്. വവ്വാൽ. പാലമരത്തിൽ എന്തിനാ വവ്വാല് പോകുന്നത്? പ്രേതം. ഒരു ചെറിയ എന്തോ ഒരു വെള്ള സാരിയെ കൊടുത്ത ഒരു ചേച്ചി. നല്ല സാരി, അതിങ്ങനെ കുലുങ്ങി കുലുങ്ങി കുലുങ്ങി. അല്ല, ഈ പ്രേതങ്ങളുടെ ഒരു കഷ്ടപ്പാട് വൈറ്റ് മാത്രല്ല ഇടാൻ പറ്റൂലേ. നമ്മളെ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പല കളറും സാരിയും അത് ഈ പനി ഇടാൻ ഇങ്ങനെ പറ്റില്ല. ഇങ്ങനെ കുലുങ്ങും ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ വെയിറ്റ് സഹിക്കാൻ വയ്യ. വെയിറ്റ് അല്ല, അത് അവര് ഡാൻസ് ചെയ്യുന്നതാണ് 12 മണി കഴിഞ്ഞ്. രാത്രിയോ? പാർട്ടി അവർക്ക് പാലയിൽ രാത്രി 12 അവരപ്പോൾ പാർട്ടി മോഡാ പ്രേതം. നോക്ക്. ഓക്കെ, അതാണോ മഞ്ഞ ഡ്രസ് ഇട്ട്? അല്ല, അത് സുപ്രഭാതമായി എന്നല്ലേ. ഓ, അപ്പൊ സൂര്യൻ മഞ്ഞ ഓറഞ്ച് ഒക്കെ കളറല്ലേ, അങ്ങനെ ഓ, ഓക്കേ. അങ്ങനെ റിലേറ്റഡ് ആയിട്ട്. എങ്ങനെയൊക്കെ പോണെന്ന് ആലോചിച്ച് നോക്ക്. സൂര്യൻ മഞ്ഞ, ഓറഞ്ച്, പിന്നെ വെളുത്ത്. ചുമ്മാ അങ്ങ് അടിക്കുക. മക്കളെ, ദേവരാമാഷല്ലേ മ്യൂസിക്? പിന്നെ എഴുതിയത് ശ്രീകുമാരൻ തമ്പി സർ, പാടിയത് മാധുരിയമ്മ. ആഹാ, അപ്പൊ പാട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. All the ആയ് ശ്രീ. best. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സുപ്രഭാതമായി സുമകന്യകേ, സുഷുപ്തിയിൽ നിന്നുണരൂ, സ്വർണരംഗമണിദീപമുണർന്നു, സുധാമയി നീ ഉണരൂ. സുപ്രഭാതമായി
സുധാമയി നീ ഉണരൂ സുപ്രഭാതമായി. ആയിശ്രീ, എന്തോ സാർ? ഈ സിനിമയുടെ പേര് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലേ? ആലോചിക്കുന്നു. സാർ, പ്രേതങ്ങളുടെ താഴ്വര പാട്ട് വരുമ്പം രേവഗുപ്തിയില് മനോഹരമായിട്ടുള്ളൊരു പാട്ട് മാഷിന്. പല്ലവി നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. പല്ലവി നല്ല രസമുണ്ടായിരുന്നു. നീ പുൽക്കൊടിത്തുമ്പിൽ പൂവിട്ട് നിൽക്കും, അതൊന്ന് പാടാവും. താരീരി ദാ പഗരി സ ദാ പഗരി സ ദാ പ ദാ. അവിടെ അത് തന്നെ. ദാ ദാ പ പ ദാ ദാ പ. ആ പോവിട്ടു നിൽക്കും ആ പുലരിച്ചെപ്പിലെ മണിരത്നമേ. ആ അവിടെ കുറച്ച് സ്ക്രാച്ച് വരുന്നുണ്ടേ. ഓക്കെ, പിന്നെ ഇനി പുണരും കതിരിനു ആ പോർഷൻ പാടി. ഇതിന്റെ എന്റെ പുണരും കതിരിനു പുളകം പകരും പുണ്യതുഷാരമേ മിന്നി നിൽക്കൂ. പകരി വേറെ നോട്ട് വരാൻ പാടില്ല. അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മാഷ് നല്ല ചൂരോടിയും കൊണ്ടിഞ്ഞ് വരും കേട്ടോ. അപ്പൊ അതാണ് മോക്ക് ഇതിനകത്ത് ടോട്ടലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്, ഇതിന്റെ ആ റൂട്ടിൽ നിന്ന് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്, കുറച്ച് സ്ക്രാച്ചും അതൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ടോട്ടലി നല്ല ഒരു രസം ഉണ്ടായിരുന്നു. മോടെ ശബ്ദം എപ്പോഴും ഒരു സൂത്തിങ് ശബ്ദമാണ്, കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് ലോ റേഞ്ചിൽ. പക്ഷേ കുറച്ച് അപ്പർ പോർഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് സ്ക്രാച്ചും ബാക്കിയെല്ലാം വരുന്നുണ്ട്. സാരമില്ല, എന്തായാലും നല്ല സെലക്ഷൻ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ആയുശ്രീ, എന്താ സാർ? എനിക്കും ഈ പറഞ്ഞ പോലെ പല്ലവി വളരെയധികം ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയും ചരണവും ഇപ്പോൾ കുറച്ച് പറഞ്ഞില്ലേ, ആ പെർഫെക്ഷൻ കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നി. കുറച്ച് ഫ്ലോ വേണം തോന്നി. ഇത് ഏത് രാഗം എന്നറിയില്ലേ? രേവഗുപ്തി. ഇതിലേതെങ്കിലും പഠിച്ചിട്ടുണ്ടോ കീർത്തനം? ഇല്ല, പഠിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ടോ അതെങ്കിലും? കേട്ടിട്ടുണ്ട്. ഏതാ? ഗോപാല അത് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പാട്ടും. ഈ പാട്ടും പല്ലവി പോലെ തന്നെ അനുപല്ലവിയും ചരണവും നന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾ ഹാപ്പി ആയിരുന്നേനെ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വോയിസ് പൊതുവെ ഇങ്ങനെയാണോ, അടഞ്ഞിരിക്കുകയാണോ? അല്ല, അത് ഇങ്ങനെ ഉണ്ട്. അധികം സ്ട്രെയിൻ ചെയ്യാതിരിക്കുക വോയിസ് കേട്ടോ. ഈ പാട്ട് ഇതിലും നന്നായിട്ട് പാടാൻ പറ്റും എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും എത്രയും പെട്ടെന്ന് ശരിയായി നല്ല രീതിയിൽ പാടൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ആയിശ്രീക്കുട്ട, എന്താ ചേച്ചി? നേരത്തെ പറഞ്ഞ മാതിരി നല്ല സുന്ദരിയുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ചൈതന്യം. അധികം ആരും എടുക്കാത്തൊരു സോങ്ങാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, കോമ്പറ്റീഷൻ ആരും ഈ പാട്ട് എടുത്തത് ഞങ്ങൾക്ക് കേട്ടിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു രാഗം കൂടിയാണ്. അപ്പൊ ഒരു നല്ല സുഖമാണ് രാവിലെയൊക്കെ ഇങ്ങനെ. അതെ, രാവിലെ കേൾക്കാൻ പറ്റിയ ഒരു രാഗമാണ്. ഇതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പല്ലവി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ശ്രുതി ശുദ്ധമായിരുന്നു. മൈന്യൂട്ടായിട്ടുള്ള കാര്യമുള്ളൂ കേട്ടോ. അനുപല്ലവിയും ചരണമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആ രേവഗുപ്തിന്ന് മാറാനുള്ളൊരു ചെറിയ ടെൻഡൻസി ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ അവിടെയൊക്കെ ആയിട്ട്. അത് അതർവൈസ് സോങ് ടോട്ടലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ശ്രുതി ചേർന്ന് പാടുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ സുഖമാണ് കേൾക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ശ്രുതി ശുദ്ധമായിട്ട് തന്നെയാണ്. ഈ ഒരു നോട്ട് ചെറുതായിട്ട് മാറിയത് ഒഴിച്ചാൽ. പിന്നെ വോയിസ് കുറച്ച് ദിവസമായല്ലോ ഇപ്പൊ അടപ്പ് അല്ലേ? അപ്പൊ അത് നമ്മൾ ഒന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണ്ടേ. സ്ക്രാച്ച് ഇല്ലായിരുന്നു മോളുടെ വോയിസ്. നല്ല ഭയങ്കര വെണ്ണ പോലെയുള്ള ഭയങ്കര സുഖമാണ് കേൾക്കാൻ. യൂഷ്വലി തേന് ഒക്കെ ഇടയ്ക്ക് സ്പൂണില് നല്ല തേന് കിട്ടണം. പക്ഷെ ഈ ആർട്ടിഫിഷ്യൽ തേനൊക്കെ ഒരുപാട് ഇപ്പൊ ഉണ്ട് മാർക്കറ്റിൽ. നല്ല കാട്ടിൽ പോയിട്ട് എടുക്കണം. ഒരാഴ്ച തേനെടുക്കാനായിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് എടുത്തിട്ട് തേനെടുക്കാൻ പോകുന്ന ആൾക്കാരന്മാരി. അതാണ് താറൊക്കെ കൊടുത്ത് അമ്പും മില്ലും ഒക്കെ ആയിട്ട്. അതെന്തിനാ? തേനീച്ചക്കോ? അവിടെ മൃഗങ്ങളൊക്കെ കാണത്തില്ലേ, പിച്ചാത്തി അതുപോലത്തെ എല്ലാം തൂക്കിയിട്ടിട്ട് പോയിട്ട് ഈ കാലില് തളാപ്പൊക്കെ എനിക്ക് ബാംബൂ ബോയ്സിന്റെ കോസ്റ്റ്യൂം ഓർമ്മയായിരുന്നു. ഇട്ടിട്ട് നേരെ കേറുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഒരു ഇതുണ്ട്, ചട്ടക്കൂടൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ മറ്റേ തേനീച്ച കൊത്തി ഒരു വഴിയാക്കി വിടും.
മറ്റേ കോവിഡിന്റെ സമയത്ത് ഒരു ഇതിടില്ലേ, ഇതായിരുന്നു ജോലി. കിറ്റ് അത് ഫുള്ളായിട്ടുള്ള അതുപോലെ, നല്ല ഫുൾ സെറ്റപ്പാണ്. എല്ലാം അറിയാന്ന്. ചിലപ്പോ വയനാട് പോവും, ചിലപ്പോ ഇടുക്കി, പല പല കാടുകൾ. പല പല എനിക്ക് കാടുകൾ. ബോറടിക്കും. ഒരു ഒരേ കാട്ടിൽ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ബോറടിക്കും. മാത്രമല്ല ആ തേനീച്ചയ്ക്കും തോന്നുന്നു ഇതെന്തോന്നു എല്ലാ മാസവും ഈ ചേച്ചി തന്നെ വരുന്നത്. വേണ്ടി വരുവാണല്ലോ. എന്നിട്ട് കൊണ്ട് പിഴിഞ്ഞ് ഇങ്ങനെ കുടിക്കും. അതാണ് ശബ്ദത്തിന്റെ രഹസ്യം. മൃദുല ചേച്ചിയുടെ ഞാൻ കഴിക്കുന്നത് ഈ അമ്മമ്മ എനിക്കൊരു കൂട്ടുണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ മറ്റേ ജീരകവും കൽക്കണ്ടിയും ഒക്കെ കൂടെ ഒരുമിച്ച് കൽക്കണ്ട കുരുമുളകും അതൊക്കെ കൂടെ പൊടിച്ചിട്ട് ഒരു പൊടിയുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇച്ചിരി തേനും കുഴിക്കും. തേന് എന്താ വെച്ചാ ഭയങ്കര ഒരു സൂതിങ് എഫക്റ്റ് വരും. പിന്നെ തേനിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. പെട്ടെന്ന് മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാവാനുള്ളൊരു ഇതാണ്. മരത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരേ അപ്പൊ ചേച്ചി ഇതെടുത്ത് അപ്പൊ അവിടെ തേനൊക്കെ അപ്പൊ തന്നെ തേച്ച് അപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. കാലത്ത് കുളിക്കുന്നതും തേനില്ല. തൊട്ടടുത്തിരിക്കുന്നതും തൊട്ടടുത്തിരിക്കുന്നതും ഒരു തേന മധു. അതാണ് ശ്ശോ. ഒരു മ്യൂസിക് തരാമോ പ്ലീസ്? പൈസി. കേട്ടില്ല. ഇതിനൊരു അവസാനം വേണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതാ. അതെ അതെ, അത് അവിടെ നിർത്താം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സോ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. നമ്മുടെ കണ്ണൂർ തന്നെയുള്ള ഒരു ദീപ്തി ചേച്ചിയുണ്ട്. ആ ചേച്ചി എനിക്ക് കുറെ ഡ്രസ്സുകളും ചെരുപ്പുകളൊക്കെ ഈ ഷോയിൽ കയറിയതിന് ശേഷം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ ചേച്ചിക്ക് എങ്ങനെ പാകം അറിയാൻ ചെരുപ്പിന്റെ ഒക്കെ? അതൊക്കെ അങ്ങനല്ലേ അവിടെ ഉത്സവമൊക്കെ നടക്കത്തില്ലേ? ആ അങ്ങനെ അടിച്ചു മാറ്റി ചെരുപ്പുകളാണ്. അല്ല, ഞങ്ങൾക്കും കിട്ടുമോ അതുപോലെ ഡ്രസ്സൊക്കെ? എന്തൊരു അടിച്ചു മാറ്റാത്തതല്ല. ഈ മധുവിനറിയാമല്ലോ, ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ പ്രോഗ്രാം പോകുമ്പോൾ പെട്ടി, ചെരുപ്പ്, ഡ്രസ്സ് ഇതെല്ലാം ഇതുപോലെ ചോദിച്ചു വാങ്ങി. അതെന്റെ പെട്ടി പോയിട്ടാണ് സാർ. നിരപരാധിയാണ് ചേച്ചി. ആ ഒരു ചെറിയ ത്രെഡ് കിട്ടിയാ മതി, അറിയാലോ മുന്നോട്ടി. അതിങ്ങനെ വലുതായി സ്പാർക്കിൽ നിന്നൊരു സ്ഫോടനം ഉണ്ടാവും. അതാണ് ഒരു സ്ഫോടനം. ഞാനിങ്ങനെ സാറ് കഥ പറയുന്നത് കേൾക്കാൻ തുടങ്ങുമ്പോ എനിക്ക് മറ്റേ ശ്രീനിവാസൻ സാറ് തിരക്കഥ വേണോ തിരക്കഥ വേണോ തിരക്കഥ എല്ലാം അത് വാങ്ങിച്ച് ഓർമ്മ വീട്ടിൽ വരും. അട്ടിയായിട്ട് വെച്ചിട്ടേ എന്റെ തലയിലോട്ട് തിരക്കഥ വേണം. പിന്നല്ല. സോ ആദ്യൊരു ദേവരാജൻ മാഷ് പൂക്കുറ്റി. താങ്ക് യു സർ. ഓക്കെ അല്ലേ? Okay. എന്നാ ഓൾ ദ ബെസ്റ്റ്. പാട്ടിന്റെ വർണ്ണവേദിയിലേക്ക് എത്തുന്നു വൈഗ കുട്ടി. വെൽക്കം വൈഗ ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. വൈഗ ഒരു വർഷമായി കണ്ടിട്ടെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഗ്യാപ്പിന് ശേഷം കാണുന്ന പോലെ തോന്നുന്നു. ചിരിയൊക്കെ എവിടെയായിരുന്നു? റൂമിൽ തന്നെ. ഞാൻ വിചാരിച്ച എവിടെയോ യൂറോപ്പോ ഏതാണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കറങ്ങിട്ട് വന്നു. ഇല്ല അവിടെയൊന്നും പോയിട്ടൊന്നുമില്ല. ഏത് പാട്ടാ? വാർത്തിങ്കൾ ഉദിക്കാത്ത വാസന്തരാത്രി. ആരാ അതിന്റെ സംഗീതം? സംഗീതം കൈതപ്രം സാറ്, പാടിയത് ചിത്രാമ്മ, പിന്നെ സിനിമ അഗ്നിസാക്ഷി. 1999 ഒരു ചിത്രമാണ് അഗ്നിസാക്ഷി. നല്ല പടമാണ്, നല്ല പാട്ടാണ്. നമ്മുടെ സെലക്ഷൻ ഈസ് എക്സലന്റ്. അതെ, താങ്ക് യു സാർ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ രീതിയാണ്, ഓരോ സമയവും ഓരോ സമയമാണ്. അപ്പൊ ചിലപ്പോ നമ്മള് കൊണ്ടങ്ങ് കൊളുത്തും, ചിലപ്പോ അറ്റം പറ്റമൊക്കെ പോവും. ഒന്നും മോളുടെ നോക്കണ്ട. ദിവസം ആവട്ടെ. അതെ അതെ, നന്നാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു മാം.
മക്കളെ എന്ത് സാർ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. മോള് നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. കുറച്ചുകൂടെ ശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? ഇന്ന് ബസ്സിൽ വന്നിട്ട് കുറച്ച് ഛർദിച്ചതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്കിളിനും ഇന്നൊരു ഒരു ഇതില്ലാതിരിക്കുക, ഒരു ഗുമ്മില്ലാതിരിക്കുക. ഇപ്പം ചെറിയ ചെറിയ ഇതായിട്ട് വരുന്നുണ്ട് ഓരോ ദിവസമാണ് മോളെ. കാരണം ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ കഴിച്ച ഫുഡോ എന്തെങ്കിലുമൊക്കെ കാണും. എനിക്ക് തോന്നിയതാണ് ഒരു ശ്വാസം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ മോൾ ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ സാധിച്ചതിന്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആവണി ഉറങ്ങി ചരണം. അതിമനോഹരമായിരുന്നു ആ 4 താങ്ക് യു പേര്. സാർ. അതെ അതെ. ആതിര ഉറങ്ങി, ആവണി അകന്നു, ഹരിചന്ദന കുറിയ അലിഞ്ഞു. പിന്നെ ഇനി അത് അവിടെ തൊട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. അതേപോലെ എല്ലാം വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയി. വെറുതെ ഒരു മോഹം. കാരണം മോള് നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പം അത് ഈ പാടി തുടങ്ങുമ്പോഴേ നമുക്ക് നന്നായിട്ട് വരണേന്ന് മോള് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ നന്നായിട്ട് പാടാൻ സാധിക്കണേന്ന്. ആ ഹമ്മിങ് മോള് പാടി നിർത്തുന്ന എൻഡിലൊക്കെ അങ്ങ് ഞെക്കി അങ്ങ് തീർക്കുന്നു, എയറില്ലാത്തതുകൊണ്ട്, കാറ്റില്ല. ഇനി എന്തിനീ അഷ്ടമംഗല്യം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. താമ്പാലം നിറച്ചു വെച്ചു. മൊത്തത്തിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ബേസിക്കായിട്ട് ഇതാണ്, ശ്വാസം നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റത്തില്ല. സാരമില്ല, ദിസ് എ പാർട്ട് ഓഫ് ദ ഗെയിം. മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു പോർഷൻ കേട്ടപ്പം ഡെഫിനറ്റായിട്ട് മോക്ക് ഈ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് മനസ്സിലായി. ബിക്കോസ് ഓഫ് ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. താങ്ക് യു സാർ. ലീവ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു സാർ. പല ഭാഗങ്ങളും നല്ല രസമായിട്ട് പാടി. പ്രത്യേകിച്ച് വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ, അതുപോലെ ചരണത്തിന്റെ ഇനി എത്ര ദൂരം പോകണം, അതൊക്കെ എനിക്ക് കേൾക്കാൻ വളരെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഹമ്മിങ് ഒരു കൺഫ്യൂഷനിലാണ് പാടിയത്. റിഹേഴ്സലിൽ പാടിയപ്പോഴും ഉണ്ടായിരുന്നു, ടേക്കിന്റെ സമയത്തുണ്ടായി. അതൊന്ന് കറക്റ്റായിട്ട് പാടാൻ ഇപ്പൊ തോന്നുന്നുണ്ടോ? കേക്കട്ടെ. അത് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലോ. ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് പാടുമ്പോ. മോളെ ആ മൂന്നാമത്തെ ഫ്രേസ് എടുക്കുന്ന കുറച്ച് ശ്വാസം എടുത്തിട്ട് പാടി. അതെ അതെ. ഏതാണ്ട് അതെ. അപ്പൊ ഒന്നും കൂടി എനിക്ക് വയ്യായികയുടെ പ്രശ്നം കൂടി കാണും. പാട്ടൊന്ന് കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബൈക്കുട്ടി മിടുക്കിയായിട്ടൊരു പാട്ടുകാരിയാണ്. അത് ഈ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാടിയിരിക്കണേ മോളെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. പല സ്ഥലത്തും അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. ഈ വയ്യായി ഇല്ലാതെ സാറ് പറഞ്ഞ പോലെ തന്നെ MG സാറും മജു സാറും പറഞ്ഞ മാതിരി തന്നെ വയ്യായി ഇല്ലായിരുന്നെങ്കിൽ ഇതിലും ഒരു കുറച്ചുകൂടെ നന്നായിട്ട് പാടി തന്നെ ഉറപ്പായിട്ടും പാടാൻ പറ്റും. മോള് ആലാപ് പാടിയ സമയത്ത് ലാസ്റ്റ് ഫ്രേസില്ലേ, അത് ബ്രെത്ത് എടുക്കണ മുന്നേ അത് കൂടാതെ തന്നെ ഒരുപാട് നീട്ടിയിട്ടാണ് പാടുന്നത്. അത് ഉള്ളതിലും കുറച്ചുകൂടെ നീട്ടിയിട്ടാണ് പാടുന്നത്. അപ്പോൾ അത്രയും കൂടുതൽ നീട്ടുന്ന സമയത്ത് നമുക്ക് ബ്രെത്ത് തീരെ കിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് എത്രയാണോ ഉള്ളത് അത്ര തന്നെ പാടിയാൽ മതി. അത് ഒരുപാട് നീട്ടി വലിച്ചാൽ പിന്നെ നമുക്ക് ശ്വാസം മുട്ടി അയ്യോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രെത്ത് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു മോൾക്ക് ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അല്ലേ. അതാണത് നെക്സ്റ്റ് ഫ്രേസ് കിട്ടുന്നില്ല. അപ്പോൾ ആ ടെൻഷനാണ്. പക്ഷെ കുറെ പോർഷൻസ് അസാധ്യമായിട്ട് പാടിട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചു അയ്യോ വയ്യായി ഇല്ലായിരുന്നെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേൾക്കായിരുന്നു, ഒരു പെർഫോമൻസ് കാണായിരുന്നു എന്ന് വിചാരിക്കായിരുന്നു. പോട്ടെ, സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. We are giving you 98 out of 100. താങ്ക് യു സർ. മോളെ രാഗം അറിയാമല്ലോ, കാപ്പിയാണ്. അപ്പൊ ആദ്യ ഒരു കാപ്പി പൂക്കുറ്റി. താങ്ക് യു സർ. പാട്ടിന്റെ കുഞ്ഞു തെന്നൽ ചന്തവുമായി നമ്മുടെ ആര്യ കുട്ടൻ എത്തുന്നു. വെൽക്കം ആര്യ ഓൺ സ്റ്റേജ്.
ഭാഗവതരോ? ആര്യക്കുട്ടാ എന്തോ ഉഗ്രം കോസ്റ്റ്യൂം കേട്ടോ, അതെ, സൂപ്പറായിട്ട്. ഇളം പച്ച കളറ് ജുബ്ബ, വെളുത്തമുണ്ട്. നന്നായിട്ടുണ്ട് മോനെ. ആ കാരണം ഇങ്ങനെ നിന്ന് പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒരു വെയിറ്റ് ആണ് ഇതിന്. ഏത് പാട്ടാണ്? ശ്രീരാഗമോ. ആങ്കി ആ ഉഗ്രം വെയിറ്റ് ആണ്, അതെ. അയ്യോ നമ്മുടെ സംശയമില്ലാത്ത. ശരത് സാറ് വേണമായിരുന്നു അതെ. അല്ലേ? ശരത് സാർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. സാറിന്റെ പാട്ട് ഇന്ന് കുട്ടൻ നിൽക്കുന്ന നല്ല എന്താണ് പറയുന്നത്, Confidence. ഫ്ലാച്ച് എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയാ. ആ നീ ഇത് കലക്കും. താങ്ക് യു സർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ കലക്കും. അത് ഉറപ്പാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂവാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സരി ഗമ ധനി ദപദ ധനി ഗരി നിദ മഗരി സരി ഗമ ഗമ ഗമവദ മവദനി ഗരി നിസ സനി നിദ ദപഗരി നിസ സനി നിദ ദപഗരി നിസ സനി നിദ ദപഗരി സനി ദപ സരി ഗമ പരി ഗമ പദ ഗമവദനി ഗരി സനി ധരി സനി ദപ സനി ദപദ നിത്യ പവദ സനി
ആര്യക്കുട്ടാ, എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവനെ. താങ്ക് യു സാർ. നന്നായിട്ട് പാടി. ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലം മാത്രമേ ഉള്ളൂ, അതൊന്നും എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല, കാരണം ഇതൊരു ഒത്തിരി ടഫായിട്ടുള്ള പാട്ടല്ലേ. ഇതൊക്കെ മോന് ഫിനാലേക്ക് പാടായിരുന്നു സത്യത്തിൽ. ഞാൻ അതെ, ശരിയാണ്. പക്ഷെ ഇപ്പോഴും പാടിയാലും കുഴപ്പമൊന്നുമില്ല. ഫിനാലേക്ക് ഇതിനെക്കാട്ടി വലിയൊരു പാട്ട് പാടേണ്ടി വരും, ഇല്ലെങ്കിൽ തത്തുല്യമായിട്ടൊരു പാട്ട്. പിന്നെ ഇതിനകത്ത് എപ്പോഴും ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യം മോൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വിബ്രാറ്റോ എല്ലാത്തിൻ്റെ അറ്റത്ത് വരുന്നുണ്ട് ഇല്ലേ. പ്ലാവിലപ്പൻ തളികയിൽ, അതുപോലെ തന്നെ ഏത് പിന്നെ വരിയായാലും വരിയുടെ അറ്റത്ത് ആ ആ ആ അങ്ങനൊരു വിബ്രാറ്റോ അറിയാതെ വരുന്നു. എവിടെങ്കിലും ഒന്ന് പാടാവോ? കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം. ഇപ്പം പിടിച്ചു. യാവനം ഇങ്ങനെ ഒരു കേൾക്കാൻ ഇമ്പമുണ്ട്, എങ്കിലും എല്ലായിടത്തും അത് വന്നു കഴിയുമ്പോഴത്തേക്കും അതിനൊരു സുഖം കിട്ടത്തില്ല. അതിന് വേണ്ട സ്ഥലത്ത് ആ വിബ്രാറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ബട്ട് ടോട്ടലി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ആര്യക്കുട്ടാ, എന്തോ പാട്ട് അസലായിരുന്നു, താങ്ക് യു സാർ. ഉഗ്രനായിട്ട് പാടി കേട്ടോ. ആ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. ആ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാനില്ല, എന്നാലും അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിക്കാം. ഉഗ്രനായിട്ട് പാടി, വളരെ ആ സ്വരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് പാടി. ആ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? പഠിക്കാനെന്ന് വെച്ചാ ആ ഇത് ഇത് നേരത്തെ കേട്ട് പരിചയം. പഠിച്ചിട്ടുണ്ട്. നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ? ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ട്. ഗാനമേളയ്ക്കൊക്കെ ഈ പാട്ട് പാടിയിട്ടുണ്ട് ഓൾറെഡി. 10 വർഷം മുമ്പ് അല്ലേ? അല്ല, ഒരു 9 വർഷം 10 വയസ്സായപ്പോ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? 18. 11. എല്ലാം മാറിപ്പോയോ? 9-10 വയസ്സിലൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പൊ അവന് 11 വയസ്സ്. പണ്ട് പാടിയിട്ടുണ്ട് അല്ലേ? 10 വയസ്സില് പണ്ട് 9 വയസ്സ്. അത് കുറെ നാള് മുമ്പല്ലേ? ആ എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. പക്ഷെ അന്ന് പഠിച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഗ്രൂമേറ്റ്സ് പറഞ്ഞു അന്ന് എന്തായിരുന്നു വ്യത്യാസം? അന്ന് ശ്രീരാഗമോ ഇങ്ങനല്ലായിരുന്നു. ശ്രീരാഗമോ തേടുന്നു നീ, അങ്ങനായിരുന്നു പഠിച്ചത് ഗാനമേളക്ക്. ഗാനമേളക്ക്. അന്ന് എന്തായിരുന്നു, എങ്ങനെയാ പാടിയിരുന്നത്? അന്നൊക്കെ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നേ? കോവിലിൽ പുലർവേളയിൽ ജയദേവ അന്നൊക്കെ ഇഴച്ചായിരുന്നു ഞാൻ പാടിയിരുന്നു. ആണോ? അത് ശരി. ലാസ്റ്റ് പല്ലവി ചെറുതായിട്ടൊന്ന് ഇടയ്ക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതേപോലെ ശ്രീരാഗമോ അതൊന്നും പാടത്തില്ലായിരുന്നു. അത് പാടത്തില്ല, അത് കഴിഞ്ഞിട്ടുള്ളത് പാടത്തില്ല. അത് ശരി. തേടുന്നു അവിടെ തൊട്ടേ തുടങ്ങത്തുള്ളൂ. ശ്രീരാഗമോ വേണമെങ്കിൽ നിന്റെ മനസ്സിൽ നീ ആലോചിച്ചോന്ന് പറയാം അല്ലേ മോനെ? അല്ല, ഓഡിയൻസിന്റെ അടുത്ത് അങ്ങനല്ലേ ഉദ്ദേശിക്കുന്നേ? അല്ല, തത്തം തേടുന്നു എന്ന് പാടുമ്പോഴത്തേക്ക് ഓഡിയൻസ് വിചാരിച്ചോണം ശ്രീരാഗം പാടിയെന്ന്. അങ്ങനെയല്ല. ശ്രീരാഗമ ഇങ്ങനെ പാടുന്ന ശ്രീരാഗമോ അങ്ങനെയായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പാട്ട് കേട്ടിട്ട് വന്നപ്പോ ശ്രീരാഗമോ തേടും അങ്ങനെ ജോയിന്റ് ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്തായിരുന്നു. നീ ഇപ്പൊ വെൽഡ് ചെയ്തത്. നേരത്തെ ടൂൾസ് ഇല്ലായിരുന്നുണ്ട്. ഇത് ഏത് രാഗത്തിലാ കമ്പോസ് ചെയ്തേക്കണേ? ഹരഹരപ്രിയ. കരഹരപ്രിയ. കരയോ? കരഹരപ്രിയ. കരഹരപ്രിയ. യെസ്. ഈ രാഗത്തിലൊരു പാട്ട് ഞാൻ അങ്ങോട്ട് സമ്മാനം തരാം. ധനുമാസ പെണ്ണിനു പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമകം തൊഴണം പിന്നെ മീനത്തിലവളുടെ താലികെട്ട്. സന്തോഷമായി. താലികെട്ട് വീണ്ടും സന്തോഷമായി. ധനുമാ ഇന്ത്യന്റെ രാജ്യമാണ്. എല്ലാരും അല്ല, ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട്. അയ്യോ അയ്യോ, മീനക്കുട്ടി മീനത്തിലവളുടെ താലി. സന്തോഷായി, പിന്നെ സന്തോഷായി. അതെ. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു മീനമാസത്തിൽ മീനുക്കുട്ടിയുടെ കല്യാണം നടക്കട്ടെ. വേറെ കാര്യമുണ്ട്, ക്രമ നമ്പർ 739 ആണ്. പിന്നെ ബൂത്ത് നമ്പർ 31 അനുനയ അനൂപ്. വീട്ടുപേരറിയോ? വീട്ടുപേര് അറിഞ്ഞൂടാ? കറക്റ്റ്, വട്ടുപറമ്പിൽ. വട്ടുപറമ്പിൽ അനുനയ അനൂപ് വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്താണ് 39. അപ്പൊ മീനൂട്ടി വോട്ട് ചെയ്തോ? ചെയ്തു.
ആഹാ കൊള്ളാലോ. പോട്ടിയണ പ്രായമൊക്കെ ആയല്ലേ? ഓക്കെ ഓക്കെ. മുക്കി പല്ലു വന്നു. അല്ല അപ്പൊ ഈ പാട്ട് വളരെ അന്വർത്ഥമായി. അതെ ശരിക്കും. വോട്ട് ചെയ്ത താലി കേട്ടോ. അധികം താമസമില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ. അതെ അതെ. ഓക്കെ മോനെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ആര്യക്കുട്ടാ, എന്തോ നമ്മുടെ ശരത് സാറിന്റെ പാട്ടല്ലേ? മലയാളികള് അത് റിലീസായത് മുതൽ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. യങ്ങർ ജനറേഷന് വരെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. അപ്പൊ അത് എടുത്തോണ്ട് വന്നതിന് താങ്ക് യു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആര്യ എപ്പോ പാടുമ്പോഴും അതിനൊരു ആര്യയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. കലക്കും എന്ന് നമുക്കൊക്കെ ഉറപ്പാണ്. അപ്പൊ കലക്കി ഈ പാട്ടും. ആ സ്വരങ്ങളൊക്കെ വളരെ എന്താ പറയാ, ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ അതൊക്കെ വലിയ അത്ഭുതമാണ് മോനെ. ഭയങ്കര ജ്ഞാനസ്ഥനാണെന്ന് MG സാർ എപ്പോഴും പറയില്ലേ, അത് സത്യമാണ്. വേഷം കണ്ടില്ലേ? അതെ, ഒരു കച്ചേരിയൊക്കെ ചെയ്യാൻ പോണ. അതെ അതെ അതാണ്. ഓക്കേടാ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ചെറിയ ചെറിയ ഫ്ലോസ് ഒന്നും നമുക്ക് ഇഗ്നോർ ചെയ്യാം അല്ലേ? അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സ്ട്രെയിന് ചെറുതായിട്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തേക്ക് കുറെ ബെറ്റർ ആണ്. വോയിസ് റെസ്റ്റ് എടുത്തു എന്ന് തോന്നുന്നു. മാറ്റം കണ്ടോ? ഇതാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് അതാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. Definitely, we are giving you 100 out of 100. ആടി ഒരു അണ്ണാച്ചി പൂക്കുറ്റി. അപ്പൊ ആര്യക്കുട്ട, കൺഗ്രാറ്റ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കടുക്കനപ്പുറത്തിറങ്ങണം. അതെ.
നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണും അടുത്ത ദിവസം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.